പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി യൂട്യൂബിൽ കൂടെ തിരുവചന ചിന്തകളുമായി ദൈവം മുൻപാകെ താണിരിപ്പാൻ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കിത്തന്ന വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. അടിയനെ യൂട്യൂബിൽ കൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ജാതി മത സംഘടനാ വ്യത്യാസം എന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അടിയൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കട്ടെ. തിരുവചനങ്ങളിൽ നിന്ന്, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ചില വീഡിയോകൾ ഇടുവാനിടയായി. കുറച്ച് പേരൊക്കെ അത് കേൾക്കുന്നുണ്ട്. അത് അവരുടെയൊക്കെ ജീവിതത്തിൽ ഈ ദൈവവചനം അനുഗ്രഹത്തിനും നന്മയ്ക്കും വിടുതലിനും കാരണമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരു ചെറിയൊരു ചിന്ത തന്ന് പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുകയാണ്. ഇന്നത്തെ ചിന്താവിഷയമെന്ന് പറയുന്നത് ആത്മീയ ഔന്നത്യം പാരമ്പര്യം കൊണ്ട് അവകാശപ്പെടാവുന്നതല്ല എന്ന് പറഞ്ഞാൽ, ആത്മീയ ഔന്നത്യം പാരമ്പര്യം കൊണ്ട് അവകാശപ്പെടാവുന്നതല്ല എന്നുള്ള ഒരു ചിന്ത. ഇന്നത്തെ വ്യക്തി എന്ന് പറയുന്നത് ദൈവവചന അടിസ്ഥാനത്തിൽ ദൈവവചനത്തിലെ ഒരു വ്യക്തിയെ എടുത്തുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കാം. അതിനു മുൻപായിട്ട് ചില കാര്യങ്ങൾ ചരിത്രപരമായി നമുക്കൊന്ന് നോക്കി ദൈവവചനത്തിൽ കൂടെ പറഞ്ഞ് ഈ ദൈവവചനം നിങ്ങൾ മറന്നു പോകരുത്. പലരും എന്നോട് പറയാറുണ്ട്, പക്ഷേ വചനം മറക്കുന്നു എന്നാണ് പറയാറുള്ളത്. വചനം മറക്കുന്നതിൻ്റെ ഏക കാരണം 119 സങ്കീർത്തനം 16 വാക്യത്തിൽ കിടപ്പുണ്ട്. ഞാൻ നിൻ്റെ ചട്ടങ്ങളിൽ രസിക്കും, നിൻ്റെ വചനത്തെ മറക്കയുമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ചട്ടങ്ങളിൽ വചനത്തിൽ രസിക്കാത്തത് കൊണ്ടാണ് ഈ മറവി ഉണ്ടാകുന്നത് എന്നാണ് തിരുവെഴുത്തിൽ കൂടെ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ നമുക്ക് കേട്ടാൽ നമുക്ക് ഈ തിരുവെഴുത്തുകൾ മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് അനേക സഹോദരങ്ങൾക്ക് തങ്ങളുടെ ആത്മീയ ഔന്നത്യമായി ചൂണ്ടിക്കാണിക്കുവാനുള്ളത് തങ്ങളുടെ പിതാമഹന്മാരുടെ ആത്മീയ ജീവിതങ്ങളാണ്. ഒരിക്കൽ എസ്കേലിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നതുകൊണ്ട് മക്കളുടെ പല്ല് പൊളിക്കുമോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അപ്പന്മാർ അപ്പോൾ യെരമ്യാ 6:16 പറയുന്നുണ്ട്, പണ്ടത്തെ അതിർ മാറ്റരുത് എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ അതിലേക്കൊന്നുമല്ല കടക്കുന്നത്. എൻ്റെ ചിന്താവിഷയം വേറെയാണ്. ഇവിടെ വായിക്കുന്നു, തങ്ങളുടെ പിതാമഹന്മാരുടെ ആത്മീയ ജീവിതങ്ങളാണ് തങ്ങളുടെ പിതാമഹന്മാരുടെ ആത്മീയ ജീവിതങ്ങളാണ് ജീവിതവിശുദ്ധിയോ ദൈവഭയമോ ഭക്തിയോ ഇല്ലാത്ത ഇക്കൂട്ടർ ആത്മീയ പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും പിൻബലത്തിൽ ക്രൈസ്തവ സഭകളിലും സമൂഹങ്ങളിലും അധികാരങ്ങളും സ്ഥാനമാനങ്ങളും കൈയടക്കുന്നു. പക്ഷേ ദൈവത്തെ മറന്ന് ജീവിതം നയിക്കുന്ന അവർക്ക് ദൈവസന്നിധിയിൽ യാതൊരു നിലയും വിലയുമില്ലെന്ന്
ഏശാവിൻ്റെ ജീവിതം തെളിയിക്കുന്നു. ഏശാവിൻ്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിലാണ് ഏശാവും യാക്കോബും ജനിക്കുന്നത്. റിബേക്കയ്ക്കും ഇസഹാക്ക് പ്രാർത്ഥിച്ചു, റിബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഇരട്ട തലമുറകളെ കൊടുത്തു, 2 വംശമായി പിരിയുമെന്ന് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 20 മുതലുള്ള ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാം. അവിടുത്തെ ചെറിയ ഒരു ചിന്തയാണ് തരുവാനായി താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് എന്താണ് ഏശാവിൻ്റെ പിതാമഹനായ അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. അവിടെ ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 20-7, യെശയ്യാപ്രവചനം 41:8, യാക്കോബിൻ്റെ ലേഖനം 2-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്രാം എന്ന അബ്രഹാമിനെ സ്നേഹിതനെന്ന് ദൈവം വിളിച്ച 3 തിരുവെഴുത്തുകൾ കാണുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യഗണങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിച്ചിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നുണ്ട്. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 15-16 വാക്യങ്ങളിലാണെന്ന് തോന്നുന്നു. അവിടെ കാണുന്നുണ്ട് യേശുക്രിസ്തുവും ശിഷ്യഗണങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചിരുന്നു. ഏശാവിൻ്റെ പിതാവായ ഇസഹാക്ക് തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവത്തിൽ സമ്പൂർണമായി വിശ്വസിച്ചിരുന്നു. എന്നാൽ ഏശാവിന് അവകാശപ്പെടുവാൻ ഈ പാരമ്പര്യമല്ലാതെ മറ്റൊന്നും ഇല്ലായിരുന്നു. ഈ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് നാം ഇരിക്കാതെ കർത്താവ് ചോദിച്ച യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ചോദിച്ച ഒരു ചോദ്യമാണ്, ഇപ്പോൾ പിടിച്ചത് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. കാരണം പണ്ട് പ്രാപിച്ചതും കൊണ്ട് നാം മുന്നോട്ട് പോയാൽ മറ്റുള്ളവർ പറയുന്നത് അനുസരിക്കേണ്ട എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ. യേശു ക്രിസ്തുവിനെ അനുകരിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഏശാവിൻ്റെ ജീവിതം 25-ാം അധ്യായം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 25 മുതലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാം. 34 വരെയുള്ള ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാം. പക്ഷെ എൻ്റെ ചിന്താവിഷയങ്ങൾ അതൊന്നുമല്ല. 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ മൂത്തവൻ എന്ന് പറയുന്ന ഏശാവ് അവിടെ നിന്നുകൊണ്ട് ഒരു ചെറിയൊരു ചിന്ത, ഈ തലമുറകളെ, വാഗ്ദത്തമുള്ള തലമുറകളെ അവർക്കെതിരെ മൊത്തമായൊരു വെല്ലുവിളി, ആദ്യജാതന്മാർക്കൊരു വെല്ലുവിളി ഓൾറെഡി കിടപ്പുണ്ട്. ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിലൊക്കെ ഇട്ടതാണ്. യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്. അതിലേക്ക് പോകുന്നില്ല. ആദ്യജാതന്മാർക്കുള്ള വെല്ലുവിളി ലൂക്കോസിൻ്റെ സുവിശേഷം 3:38 വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ കൊച്ചുമകനായ കയീന് സാത്താൻ വഴിതെറ്റിച്ച് കൊണ്ടുപോയി.
ആ ഭാഗമൊക്കെ നമ്മൾ പ്രസംഗിച്ചത് കൊണ്ട് ആ ഭാഗം വിടുന്നില്ല. യാക്കോബിൻ്റെ മൂത്തപുത്രനായിരുന്ന രൂബേനെ ഉൽപ്പത്തി 49 1, 2, 3, 4 വാക്യം വായിക്കുമ്പോൾ അവിടെ കിടപ്പുണ്ട്. വഴിതെറ്റിച്ച് കൊണ്ടുപോയി. ഇവിടെ ഏശാവിനെ നോക്കിക്കേ. ഏശാവ് അപ്പനെ വേട്ടയിറച്ചി ഇഷ്ടമായതുകൊണ്ട് വേട്ടയാടി പിടിച്ച് കാട്ടിലെ ഇറച്ചിയുമായിട്ട് വന്നപ്പോൾ അനിയച്ചാരെന്ത് ചെയ്ത് അമ്മയുടെ വാക്കും കെട്ടുകൊണ്ട്, റിബേക്കയുടെ വാക്കും കെട്ടുകൊണ്ട് വീട്ടിലെ ഇറച്ചി കാട്ടിലെ ഇറച്ചിയാണെന്ന് പറഞ്ഞ് അപ്പനെ തീറ്റിച്ചു. ഏശാവ് വേട്ട കഴിഞ്ഞ് വരുമ്പോൾ, ക്ഷീണിച്ച് തളർന്ന് വരുമ്പോൾ അവന് വിശന്നു. 25-ാം അധ്യായം ഉൽപ്പത്തി 25 മുതലുള്ള ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ കാര്യമാണ് പറയുന്നത്. ഒരു വിശന്നു. ഇവിടെ അനിയച്ചാർ പായസം ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുക. ഈ ഏശാവിൻ്റെ ചില തെറ്റുകൾ, കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോൾ കുറവുകളാണ് വെളിപ്പെടേണ്ടത്. ഇന്ന് കുറവുകൾ ആർക്കും പറയാൻ പറ്റൂല. കുറവ് പറഞ്ഞാൽ ഏറ്റെടുക്കൂല. അപ്പോൾ സർശ്വാക്കി 28:13 പറയുന്നു, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കുറവുകൾ മറ്റൊരാൾ പറയേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ അറിയാം എന്താണ് എൻ്റെ ജീവിതത്തിലെ കുറവെന്ന്. ഒരു പ്രവാചകനും ചൂണ്ടി പറയുന്നില്ലെങ്കിലും എൻ്റെ കുറവ് എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അത് ഞാൻ ദൈവവുമായിട്ട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് അനുദിനം മാനസാന്തരപ്പെട്ട് ദൈവകൃപയിൽ ആത്മീയമായി പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ ആത്മീയമായിട്ട് മുൻപോട്ട് പോകുവാൻ എനിക്കും അതോടൊപ്പം അടിയനെ ശ്രവിക്കുന്ന ജാതിമത സംഘടന വ്യത്യാസമെന്നെ എല്ലാവർക്കും അതിനിടയാകട്ടെ. ഒന്നാമതായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ഏശാവിന് പാരമ്പര്യം, ഞാൻ ഒരു പാരമ്പര്യത്തെയോ ഒരു പാരമ്പര്യ സഭകളെയോ കുറ്റം പറയുന്നതല്ല, തിരുവെഴുത്തുകളെ മാത്രം ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇരുന്ന് പേപ്പറിൽ കുറിച്ചൊക്കെ എഴുതിയെടുത്ത് അതിനെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത് തൻ്റെ ജീവിതത്തിലെ തെറ്റെന്ന് പറയുന്നത് മൂത്ത മകനുള്ള അവകാശം എന്താണെന്ന് നല്ലതുപോലെ മനസ്സിലാക്കുവാൻ തനിക്ക് കഴിഞ്ഞില്ല. ഇതിനു മുൻപ് ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ ആദ്യജാതൻ്റെ 3 നന്മകൾ, 3 അവകാശങ്ങളാണ് മൂത്ത തലമുറകൾക്കുള്ളത്. അത് ഒന്ന് കുടുംബത്തിൻ്റെയും ഗോത്രത്തിൻ്റെയും ഭരണം. ആദ്യജാതനുള്ള ഒന്നാമത്തേതെന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ ആദ്യജാതൻ്റെ 3 അവകാശങ്ങൾ വളരെ ശ്രദ്ധിച്ചോണം, എടുത്തെടുത്ത് പറയുകയാണ്. ഒന്ന് കുടുംബത്തിൻ്റെയും ഗോത്രത്തിൻ്റെയും ഭരണം. കയ്യൻ നഷ്ടപ്പെടുത്തി, രൂപൻ നഷ്ടപ്പെടുത്തി, ഏശാവ് നഷ്ടപ്പെടുത്തി, അവിടെ തൊട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാം നഷ്ടപ്പെടുത്തുക. തലമുറകളെ വേട്ടയാടുന്ന, തലമുറകളുടെ കടിഞ്ഞൂലുകളെ പ്രാർത്ഥിച്ച് ലഭിക്കുന്ന തലമുറകളുടെ നന്മയെ തടയുന്ന, അവരെ വഴിയിൽ വെച്ച് ഒതുക്കുവാൻ നോക്കുന്ന, ആമേൻ, അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ നോക്കുന്ന
ലോകമോഹങ്ങളിൽ കുടുക്കി അവരെ ആത്മീയ ജീവിതത്തിൽ നിന്ന് അവരെ ഭൗതിക മണ്ഡലത്തിലേക്ക് തിരിച്ചുവിട്ട് അവരെ എങ്ങനെയും തകർത്ത് കളയാമെന്ന് വ്യാമോഹിച്ച് നിൽക്കുന്ന ദുഷ്ട പിശാചിൻ്റെ തന്ത്രങ്ങളെയാ നമ്മൾ ഈ നാളുകളിൽ വെട്ടിമാറ്റേണ്ടത്. ദൈവമാണ് ആൺതലമുറകളെ തരുന്നത്. അപ്പോൾ ചോദിക്കും, വേറെ കാര്യങ്ങളൊക്കെ ഒത്തിരി ചോദ്യങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. ചോദിച്ചാൽ അതിന് മറുപടി തീർച്ചയായിട്ടും ഞാൻ ഇടുന്നതുമാണ്. അപ്പോൾ ഒന്നാമത് കുടുംബത്തിൻ്റെയും ഗോത്രത്തിൻ്റെയും ഭരണം. രണ്ടാമത് ആദ്യജാതനുള്ള അവകാശങ്ങളാണ്. രണ്ടാമതായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ അവകാശത്തിൻ്റെ ഇരട്ടിപ്പങ്ക്. അവകാശത്തിൻ്റെ ഇരട്ടിപ്പങ്ക് ആദ്യജാതനുള്ളതാണ് യഹൂദ നിയമപ്രകാരം. അതിന് നിങ്ങൾക്ക് തെളിവ് വേണമെങ്കിൽ ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ വിശദമായിട്ട് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം, 1 Chronicle chapter 5 verses 1-5. ഇത് വായിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയും. മൂന്നാമത്തേതെന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ പൗരോഹിത്യ പദവിയും ഗോത്രത്തിലെ മഹാപുരോഹിത സ്ഥാനവുമാണ് അവകാശമായിട്ടുള്ളത്. ഇതിനെയാണെങ്കിൽ 3 കാര്യവും ഏശാവിന് ലഭിക്കേണ്ടതാ, കയീനിൽ ലഭിക്കേണ്ടതാ, രൂബേന് ലഭിക്കേണ്ടതാ. ഇനി ഒരാളെ കൂടെ പറഞ്ഞുതരാം. ശലോമോൻ്റെ മകനായ രഹബയാം താൻ രാജാവായി കഴിഞ്ഞപ്പോൾ, രാജാക്കന്മാർ കഴിഞ്ഞ 1-ാം പുസ്തകം 12-ാം അധ്യായം വായിച്ചാൽ മതി. രാജാവായി കഴിഞ്ഞപ്പോൾ അപ്പൻ ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗൽ 1-ാമത്തെ രാജാവ്, 2-ാമത് ദാവീദ് രാജാവായി. ദാവീദിന് ബത്സേബയിൽ ജനിച്ച മകനായ ശലോമോൻ രാജാവായി. ഇവർ 3 കൂട്ടരും ഇസ്രായേലിനെയും യഹൂദയെയും 40 വർഷം ഭരിച്ചു, ഒന്നായി ഭരിച്ചു. എന്നാൽ ശലോമോൻ്റെ മരണശേഷം രാജാക്കന്മാർ കഴിയും 1-ാം പുസ്തകം 11-ന്റെ 26 മുതൽ 41 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ശലോമോൻ്റെ മരണശേഷം രഹബയാം അവിടെ രാജാവാകുന്നു. രഹബയാം രാജാവായി വരുന്ന സമയത്ത് കുറച്ച് ദുഷ്പ്രവൃത്തികളൊക്കെ ആയത് നിമിത്തം മൂപ്പന്മാർ വന്ന് ശലോമോൻ്റെ മകനായ രഹബയാമിനോട് സംസാരിക്കുകയും അതോടൊപ്പം തന്നെ എൻ്റെ അപ്പൻ നിങ്ങളുടെ മേൽ ഭാരം ചുമത്തിയതല്ലാതെ, അതുമാത്രമല്ല അധികം ഭാരം ഞാൻ ചുമത്തുകയും ചെയ്യും, തേളുകൊണ്ട് നിങ്ങളെ കുത്തിക്കുകയും ചെയ്യുമെന്ന് രഹബയാം പറയുകയാണ്. അങ്ങനെ മൂപ്പന്മാർ അവിടെ രാജഭരണത്തിൽ 12 ഗോത്രത്തെ ഭരിച്ചുകൊണ്ടിരുന്ന പൂർവന്മാരുടെ അവകാശത്തിൽ നിന്ന്, അതായത് ശൗല്, കീശിൻ്റെ മകനായ ശൗല്, ദാവീദ്, ശലോമോൻ, ഇവർ ഒന്നായി ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് നിന്ന് അഹിയ പ്രവാചകൻ ദൂത് പറഞ്ഞു. 11-ന്റെ രാജാക്കന്മാർക്ക് എഴുതിയ 1-ാം പുസ്തകം 11-ന്റെ 26 മുതൽ 41 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചാൽ മതി. ഞാനതിലേക്ക് കിടക്കുന്നില്ല, അതൊക്കെ മെസ്സേജുകളിൽ കിടപ്പുണ്ട്. അപ്പോൾ രഹബയാം രാജാവായി കഴിഞ്ഞപ്പോൾ ചുരുക്കി പറയാം, രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. വടക്കും തെക്കുമായിട്ട് തിരിച്ച് ശലോമോൻ്റെ ദാസനായിരുന്ന യൊരോബയാമിന്
10 ഗോത്രം കൊടുക്കാമെന്ന് അഹിയ പ്രവാചകനിൽ കൂടെ പ്രവചനം ഉണ്ടായിരുന്നത് കൊണ്ടും ഈ രഹബയാം ആള് ശരിയല്ലാതിരുന്നത് കൊണ്ടും ദൈവജനത്തെ സ്നേഹിക്കുവാനുള്ള വൃദ്ധന്മാരുടെ ആലോചനകളെ ത്യജിച്ചിട്ട് ബാല്യക്കാരുടെ ആലോചനകളെ മാത്രം ശ്രദ്ധിച്ചു പോയ രഹബയാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും അത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ 10 ഗോത്രം പോയി, 2 ഗോത്രം, ബെന്യാമിൻ ഗോത്രവും യഹൂദ ഗോത്രവുമായിട്ട് 2 ഗോത്രം ഉണ്ടായിരുന്നു. അപ്പോൾ മൂത്ത തലമുറകളോട് ഉള്ള വെല്ലുവിളികൾ, അവരുടെ ഉയർച്ചയോടുള്ള വെല്ലുവിളി, ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ കണ്ടിട്ടുള്ളത് മൂത്ത തലമുറകളോട് എല്ലാം പോരാട്ടം തന്നെ. എന്നാൽ അവരെയും ദൈവം മാനിച്ചു. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 27 വരുമ്പോൾ വേട്ടയിറച്ചിക്കായിട്ട് പോയ ഏശാവ് ക്ഷീണിച്ച് തളർന്നു വരുമ്പോൾ തൻ്റെ ജ്യേഷ്ഠാവകാശത്തിൽ ഉള്ള ജ്യേഷ്ഠാവകാശത്തിൽ ഒരു കുടുംബത്തിൽ മൂത്തവനുള്ള 3 നന്മയെ മറന്നിട്ട് ഇവൻ എന്ത് ചെയ്തു? പായസത്തിൻ്റെ പുറകെ പോയി. അതാണ് കാരണം. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പോയി. കർത്താവായ യേശുക്രിസ്തു 40 ദിവസം വെള്ളം കുടിക്കാതെ, യേശുക്രിസ്തു പൂർണ്ണ ദൈവവുമായിരുന്നു, പൂർണ്ണ മനുഷ്യനുമായിരുന്നു. പക്ഷേ എങ്കിലും ദൈവസന്നിധിയിലിരുന്നു. മോശ 240 ഇരുന്നു. ദൈവദാസന്മാരൊക്കെ ഒത്തിരി ഉപവസിച്ചതായിട്ട് ദൈവവചനത്തിൽ കാണുകയാണ്. എന്നാൽ ഇവിടെ നമുക്കൊരാത്മീയ പാഠം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, തനിക്ക് വിശന്നു, തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. 2, തൻ്റെ പദവിയെക്കുറിച്ച്, തനിക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെക്കുറിച്ച് താൻ മറന്നു. തൻ്റെ ശരീരത്തിന് വേണ്ടതായ, കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 3-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്, ജഡീകന്മാർ. തൻ്റെ ശരീരത്തിന് വേണ്ടതാണ്. ഇതൊക്കെ വേണ്ടതെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ആവശ്യമാണ്. ഞാനതല്ല പറയുന്നത്. നമുക്ക് ഒരു ആത്മീയ ദൂതിന് വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. ഒരു ആത്മീയ ദൂതെടുക്കാൻ വേണ്ടിയാണ്. തൻ്റെ ജഡീക അഭിലാഷത്തിൻ്റെ പൂർത്തീകരണത്തിനായി അവൻ എന്ത് ചെയ്തു? തൻ്റെ ജ്യേഷ്ഠാവകാശം നിസ്സാരമാക്കി കളഞ്ഞു. ഉൽപ്പത്തി 25-ാം അധ്യായം 25 മുതൽ 34 വരെ വായിച്ചാൽ മതി. അപ്പോൾ അവൻ നിസ്സാരമാക്കി കളഞ്ഞു. തനിക്കുള്ള അവകാശം നിസ്സാരമാക്കി കളഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? താൻ വന്നപ്പോൾ, ക്ഷീണിച്ച് തളർന്നു വന്നപ്പോൾ എന്തു ചെയ്തു? പായസം കൊണ്ട് തൻ്റെ വിശപ്പ് മാറ്റി ജ്യേഷ്ഠാവകാശത്തെക്കുറിച്ച് എന്താണെന്ന് മനസ്സിലാക്കാതെ തൻ്റെ ജ്യേഷ്ഠാവകാശത്തെ വിറ്റുകളഞ്ഞു എന്നാണ് ഉൽപ്പത്തി പുസ്തകം 25-ൽ കാണുന്നത്. മാത്രമല്ല, ഹിത്യ സ്ത്രീകളെ വിവാഹം ചെയ്ത് തൻ്റെ മാതാപിതാക്കൾക്ക് മനോവ്യസനം ഉണ്ടാകത്തക്ക നിലയിൽ അവൻ വിവാഹം ചെയ്തു. അപ്പോൾ ദൈവവചന വിരുദ്ധമായി നടന്ന ഏശാവ് പിന്നത്തേതിൽ
തൻ്റെ അനുഗ്രഹം വാഗ്ദത്തങ്ങളെല്ലാം നഷ്ടമായി കഴിഞ്ഞപ്പോൾ വേട്ടയിറച്ചിയുമായി അപ്പൻ്റെ അടുക്കൽ വന്ന് ഒരനുഗ്രഹത്തിന് വേണ്ടി താൻ യാചിക്കുകയാണ് ചെയ്യുന്നത്. ഉൽപ്പത്തി 27 അധ്യായത്തിലേക്ക് വരുമ്പോൾ താൻ യാചിക്കുക. ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞിട്ട്, ജ്യേഷ്ഠാവകാശത്തിൽ ഇത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ജ്യേഷ്ഠാവകാശം വിറ്റ്, ഇപ്പോൾ എന്നെ കേൾക്കുന്ന ഓരോ കുടുംബത്തിലെയും മൂത്ത കുഞ്ഞുങ്ങളായ അല്ലെങ്കിൽ ആദ്യജാതന്മാരായ, പണ്ടൊരാൾ ചോദിച്ച പോലെ നിങ്ങളുടെ യേശു ഏകജാതനായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ആദ്യജാതനായത്? ആദ്യജാതനായത് നിസ്സാര കാര്യമല്ലേ ഉള്ളൂ അതിന് പറയാൻ. അത് പറയാനുള്ള ഒറ്റ കാര്യത്രേ ഉള്ളൂ. ആദ്യ ഏകജാതനായിരുന്നു. മറ്റേ മറിയയ്ക്ക് മർക്കോസ് 6 അധ്യായം 1 മുതൽ 3 വരെ വായിക്കുക. പിന്നെ തലമുറകൾ 6 ഉണ്ടായപ്പോൾ ആദ്യജാതനായി മാറി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മൂത്ത ആൺ തലമുറകളെ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവരെ വേട്ടയാടി അവരുടെ നന്മയില്ലായ്മ ചെയ്ത് അവരെ ലോകത്തിൻ്റെ പുറകിലേക്ക് വലിച്ചഴച്ച് ഒരുപാടെണ്ണമുണ്ട്. ഹൊപ്നിയും പിനേഹാസിനെ നോക്കിക്കേ, ഏലിയുടെ മക്കളായ ഹൊപ്നിയും പിനേഹാസിനെ നോക്കിക്കേ, അതിനെയും വഴിതെറ്റിച്ചു കൊണ്ടുപോയി. അഹരോൻ്റെ പുത്രന്മാരായ നാദാബും അബീഹുവിനെ നോക്കിക്കേ. ലേവ്യ പുസ്തകം 10 അധ്യായം അത് പഠിക്കണമെങ്കിൽ ലേവ്യ പുസ്തകം 8, 9 അധ്യായം പഠിച്ചാലേ 10 അധ്യായം നമുക്ക് പ്രസംഗിക്കാൻ പറ്റും. അപ്പോൾ കാരണം അവർ ആലയത്തിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം അവർ തകർന്നു പോയില്ലേ. അഹരോൻ്റെ അപ്പം ശുശ്രൂഷകനാണ്, അപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവർ. ഞാനതൊക്കെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞു വന്നതിൻ്റെ കാരണം ആൺ തലമുറകളോടുള്ള വെല്ലുവിളി. അപ്പോഴത്തേക്ക് മറ്റുള്ള കുഞ്ഞുങ്ങളോട് വെല്ലുവിളിയില്ലേ. ഇപ്പോൾ അമ്രാം യോക്കേബേദിൻ്റെ, മോശയുടെ അമ്മയപ്പന്മാരായ അമ്രാം യോക്കേബേദിൻ്റെ 3ാമത്തെ തലമുറയായ മോശയോട് വെല്ലുവിളിയില്ലായിരുന്നോ? പുറപ്പാട് പുസ്തകം 1 അധ്യായം 14 മുതൽ തീർത്തുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അറിയാം, കുട്ടി ആണാകുന്നു എങ്കിൽ കൊല്ലണം എന്നാ. അത് 3ാമത്തെ തലമുറയാ, മിരിയാം, അഹരോൻ, മോശ. അപ്പോൾ ഇനി മോശയുടെ മക്കളെ മൂത്ത മകൻ എന്ത് ചെയ്തു? ന്യായാധിപന്മാരുടെ പുസ്തകം 18 അധ്യായത്തിലേക്ക് വരുമ്പോൾ 30, 31 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ മോശയുടെ മകനായ ഗർശോമിനെ എടുത്തു പറഞ്ഞുകൊണ്ട് അവർ ദാൻ ഗോത്രക്കാർക്ക് വിഗ്രഹത്തെ പൂജിക്കുന്നവരെ ആരാധിക്കുന്നവരായി മാറി. അപ്പന്മാർ മോശമായതുകൊണ്ടാണ് തലമുറ തെറ്റിപ്പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പന്മാർ നല്ലതായിരുന്നു, മക്കൾ തെറ്റിപ്പോയവരും. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു രോഗമോ അല്ലെങ്കിൽ ഒരു കടഭാരമോ ഒരു ബുദ്ധിമുട്ടോ വരുവാണെങ്കിൽ പറയും അവൻ്റെ കുഴപ്പമാ. തിരുവെഴുത്തുകളെ നല്ലതുപോലെ മനസ്സിലാക്കിയാൽ, തിരുവെഴുത്തുകളെ നല്ലതുപോലെ ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം ഉണ്ട്. അപ്പന്മാർ മോശമായിരുന്നു, മക്കൾ നല്ലതായവരുണ്ട്. ദിനവൃത്താന്തങ്ങളുടെ 2 പുസ്തകം 28 അധ്യായം ആഹാസ്, മോശം ഉസിയാവ്, യോഥാം, ആഹാസ് എന്ന് പറഞ്ഞ യഹൂദ രാജാവ് മോശമായിരുന്നു. ദിനവൃത്താന്തങ്ങളുടെ 1 പുസ്തകം 28 അധ്യായം. പക്ഷേ ഹിസ്കിയാവിനെ നോക്കിക്കേ, ഹിസ്കിയാവ് നല്ലതായിരുന്നു. മനശ്ശയെ നോക്കിക്കേ, മോശമായിരുന്നു. എങ്കിലും അപ്പുറത്ത് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്ത തലമുറകൾ അവിടെ തൊട്ട് അങ്ങോട്ട് വായിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം. മനശ്ശെ മോശമെങ്കിൽ അടുത്ത തലമുറ കിടപ്പുണ്ട്. ഞാനതിലേക്ക് കടക്കുന്നില്ല. ഇത് കുറ്റം വിധിക്കുകയാണ്. മക്കൾ ഇപ്പം ഇന്നത്തെ കാലഘട്ടം എൻ്റെ ഓടിച്ച് ഞാൻ പറയാം. ഒരു കുഞ്ഞിനെ അവർക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടു,
ശരിക്കു പറഞ്ഞ മാതാപിതാക്കൾ ഭയപ്പെട്ടിട്ടാണ് അതിന് സമ്മതിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കയറെടുക്കും കരുത്തു. മറ്റേ അവർ ജീവിച്ചു പോകട്ടെ എന്നുള്ള രീതിയിലാണ് മാതാപിതാക്കൾ സമ്മതിച്ചു കൊടുക്കുന്നത്. ഏശാവ് കിട്ടിയ സ്ത്രീയെ വിവാഹം കഴിച്ചത് മാതാപിതാക്കൾക്ക് മനോവ്യസനം ഉണ്ടാക്കി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് തിരുവെഴുത്തിൽ. ശിംശോനെ നോക്കിക്കുക, നേരെ ചൊവ്വേ നടന്നില്ല. തുടക്കം തൊട്ടേ മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നതും ആലോചന കേൾക്കുന്നതും പ്രാർത്ഥിക്കുന്നവരുമായിരുന്നു മനോഹ ദമ്പതികൾ. ഞാനിനി എൻ്റെ ചിന്താവിഷയത്തിലേക്ക് വരാം. എന്താണിത് പറയാനുള്ള കാരണം? നമ്മുടെ തലമുറകളെ ഒരിക്കലും ശപിക്കരുത്, അവരെ ശാപവാക്ക് ഇടരുത്. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അപ്പം ചോദിക്കും, ഇളയ കുഞ്ഞുങ്ങളെയോ? ഞാൻ രൂപനെ കുറിച്ചിട്ടിട്ടുണ്ട് വീഡിയോ, ശിമേനെക്കുറിച്ച്, ലേവിയെക്കുറിച്ച്, യഹൂദയെക്കുറിച്ച് 4 മെസ്സേജ് ഇതിനകത്ത് കിടപ്പുണ്ട്. 4 തലമുറകളെക്കുറിച്ചുള്ള ദൂത് ഇതിനകത്ത് കിടപ്പുണ്ട്. ഇപ്പം നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് ആത്മീയ ഔന്നത്യം പാരമ്പര്യം കൊണ്ട് അവകാശപ്പെടാവുന്നതല്ല. ഇതാണ് കാര്യം. അതിന് ഒരു വ്യക്തിയെ മാത്രമാണ് ഈ പറയുന്നത്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ എല്ലാവർക്കും എന്നേക്കാൾ അറിവുള്ള ദൈവദാസന്മാരായത് കേൾക്കുന്നത്, എന്നേക്കാൾ പഠിപ്പും കഴിവുള്ള ദൈവദാസന്മാരിത് കേൾക്കുന്നുണ്ട്. ഒത്തിരി വ്യൂസൊന്നും ഇല്ലെങ്കിലും കുറച്ച് പേരിത് കേൾക്കുന്നുണ്ട്. ഞാനെല്ലാം തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ ഏശാവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എബ്രായ ലേഖനം 12-ാം അധ്യായം നമ്മൾ 16-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അവൻ അഭക്തനായിരുന്നെന്ന, ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ അഭക്തനെന്ന എന്ന് പറഞ്ഞാൽ ഭക്തിയില്ല, ദൈവഭക്തി അവനില്ല, ദൈവഭക്തി ഇല്ല. 12-16. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപ് 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് ഇപ്പം യേശാവിനോട് ചോദിക്കാം, നിന്റെ ജീവിതത്തിൽ എന്താണ്, എത്രത്തോളം ആത്മീയത ഉണ്ട് എന്ന് ചോദിച്ചാൽ, ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുകയാണ്. എനിക്ക് ബൈബിൾ കോളേജ് പഠനമോ എനിക്ക് ബൈബിൾ വലിയ പാണ്ഡിത്യമോ ഒന്നുമില്ല. പക്ഷേ ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് കിട്ടുന്നത് പേപ്പറിൽ കുറിച്ച് പറക്കി എടുത്ത് ലഭിക്കുന്ന സമയം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, വേർപാടോടെ നിൽക്കണമെന്നും എഫേസ്യർ 5:26-27 വചനപ്രകാരം നിൽക്കണമെന്നും പാപത്തിൽ കിടന്ന അനേകരെ ധൈര്യമായിട്ട് എനിക്ക് പറയാം, ഞാൻ നേർവഴിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് അതെങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് അനേകരെ നേരായ പാതയിൽ കൊണ്ടുവരുവാൻ ഈ എളിയവനായ അടിയന് കൃപ തന്നിട്ടുണ്ട്. നല്ല രീതിയിൽ അവർ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാത്ത മനുഷ്യരുണ്ടാകില്ല.
കാരണം ദൈവത്തിൻ്റെ കണ്ണിൽ ആരും നല്ലവരല്ല. അനുദിന കുറവുകളെ ഏറ്റുപറഞ്ഞ് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ ദൈവവചന അടിസ്ഥാനത്തിൽ നിലനിന്ന് ആ നിത്യതയിലേക്ക് ഒന്ന് പോകുവാൻ, ആ നിത്യതയുടെ വെളിപ്പാട് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ. നിത്യതയുടെ വെളിപ്പാട്. ഇവിടെ കിടന്ന് ഈ കഷ്ടം സഹിച്ചിട്ട്, നിന്ന പരിഹാസം സഹിച്ചിട്ട് നിത്യത കൂടെ കിട്ടിയില്ലെങ്കിലുള്ള ഒരു അവസ്ഥ നമ്മളൊന്ന് ശോധന ചെയ്താൽ മതി. നമുക്ക് ഈ ലോകത്തിലെല്ലാം വേണം. കുടുംബം, കുഞ്ഞുങ്ങൾ, തലമുറകൾ, അവരുടെ പഠനം, അവരുടെ ഭാവി എല്ലാം ആവശ്യമാണ് ഈ ലോകത്തിൽ. എൻ്റെ കുഞ്ഞിനെ 6 വർഷമായി +2 കഴിഞ്ഞ് നിന്നിട്ട് അവനെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാതെ 6 വർഷമായി ഇതുവരെ വിട്ടിട്ടില്ല. ഇന്ന് വരെയും വിട്ടിട്ടില്ല. ഞാൻ ചിലരോടൊക്കെ ഞാനൊന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആർക്കും ഒന്നും സഹായിക്കാൻ കഴിയുന്നില്ല. അതാണ് അതിൻ്റെ സത്യം. എന്നെ സഹായിച്ചവർ ഒരുപാട് പേരുണ്ട്. ഞാനീ പറയുന്നത് ദൈവമക്കൾക്ക് കഷ്ടതയും പോരാട്ടവും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. അത് എൻ്റെ കുറ്റം കൊണ്ടാണോ? ഞാൻ ചോദിക്കുന്നത്, എൻ്റെ കുറ്റമാണോ? കുഞ്ഞിനെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ല, കയ്യിൽ കാശില്ല. പക്ഷേ ഞാൻ പറയുന്നത്, ഇതുപോലെ എന്നെപ്പോലെ അനേക പാവപ്പെട്ട ദൈവദാസന്മാർ സാമ്പത്തികമായി ബുദ്ധിമുട്ടനുഭവിക്കുന്നു. വിശ്വാസ കുടുംബങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടനുഭവിക്കുന്നു. കടഭാരങ്ങളിൽ മുങ്ങി അവർക്കെന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നവരുണ്ട്. പലരും എന്നോട് പറയാറുണ്ട്. പലരും. പക്ഷേ ആത്മഹത്യ അല്ലാതെ, ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു കാര്യം പറയരുത്, വേറെ വഴിയില്ല. ഞാൻ പറഞ്ഞത്, നമുക്കൊരു ആത്മഹത്യ ചെയ്താലൊന്നും സ്വർഗരാജ്യത്തിൽ പോവില്ല. അതുകൊണ്ട് വെളിപ്പാട് ദിവസം 21:8 വാക്യം വായിച്ചാൽ മതി. ഞാനതിലേക്ക് കടക്കുന്നില്ല. ഇപ്പം ഏശാവിന് നമ്മുടെ ഒരു ചിന്ത, പാരമ്പര്യം മാത്രമേ അവകാശപ്പെടാനുള്ളൂ. അബ്രാം ഇന്നതായിരുന്നു, അബ്രാം ഇന്ന കാര്യങ്ങൾ ചെയ്തു. നമ്മൾ പറയും, ഞങ്ങൾ 100 വർഷം കൊണ്ട് ഞങ്ങൾ ഇന്ന സാക്ഷില, പെന്തക്കോസില, എൻ്റെ പൂർവന്മാരെല്ലാം. അതുകൊണ്ട് ഒരു ഗുണമില്ല. അവർക്കേ ഉള്ളു ഗുണം. ആത്മീയമായ ഒരു ഉയർച്ച പ്രാപിക്കണമെങ്കിൽ അവരവർ കയറി വരണം. അവരവർ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ പോകണം. ആ ഒരു കാര്യത്തിൽ മാത്രം വളരെ പ്രാർത്ഥനയോടെ ഇത് കേൾക്കുക. പ്രത്യേകിച്ച് വീടുകളിലുള്ള മൂത്ത കുഞ്ഞുങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ അമ്മയെയോ അപ്പന്മാരെയോ അപ്പനമ്മമാരെ കുറ്റം പറയാതെ, അപ്പനമ്മമാരെ കുറ്റം പറയരുത്, അവരെ വേദനിപ്പിക്കരുത്. ഞാൻ എപ്പോഴും പറയും, എഫേസ്യർ 6-1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിക്കണം. കുഞ്ഞുങ്ങളെ നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. ഈ ഏശാവിനെ കുറിച്ച് പഠിക്കുമ്പോഴും നേതൃത്വത്തിന് എന്തില്ല, ചേർന്നതായ ദർശനം ഇല്ലായിരുന്നു. നേതൃത്വത്തിന് ചേർന്നതായ ദർശനം ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു ചിന്ത കൊണ്ട് തന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ഉൽപ്പത്തി 25-ാം അധ്യായത്തിൽ തൻ്റെ പയറ് പായസം വയറിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:19 പറയുന്നു, അവരുടെ ദൈവം വയറാണ്,
അവരുടെ അവസാനം നാശമാണ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, ലജ്ജയായതിൽ അവർക്ക് മാനം, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനം 3:19, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 19 പഠിച്ചു കഴിഞ്ഞാൽ 4 കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പോൾ ചോദിക്കും റോമർ 14 തിന്നുന്നവൻ തിന്നാത്തവനെ വിധിക്കരുത്, വാക്യമുണ്ട്. എന്നാൽ സാരസ്വാക്യത്തിൽ പറയുന്നുണ്ട് നീ ഭോജനപ്രിയനെങ്കിൽ തൊണ്ടയ്ക്ക് കത്തി വെച്ചോളാൻ പറയുന്നുണ്ട്. തിരുവെഴുത്തുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് പറയാനും എടുക്കാനും പ്രാർത്ഥിക്കാൻ ഇത്രയേ ഉള്ളൂ. ഈ ഏശാവിന് ഈ പാരമ്പര്യം പറയാനല്ലാതെ വേറെ എന്താ ഉള്ളത്? എൻ്റെ അപ്പൂപ്പ നല്ലതായിരുന്നു, എൻ്റെ അപ്പൻ നല്ലതായിരുന്നു, അവർക്ക് നല്ലതായിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചരിത്രം പഠിക്കണം. ഏശാവിനെക്കുറിച്ച്, ഏശാവിൻ്റെ പിൻതലമുറകളെക്കുറിച്ച് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഓബദ്യാവിൻ്റെ പുസ്തകം പഠിച്ചാൽ മതി. ഓബദ്യാവ് 18-ാം വാക്യത്തിൽ പറയുക, യാക്കോബ് ഗ്രഹം ഒരു തീയും യോസഫ് ഗ്രഹം ഒരു ജ്വാലയും ഏശാവ് ഗ്രഹം താളടിയാകുമെന്ന ഓബദ്യാവ് പ്രവചിക്കുന്നത്. ഏദോമിനെ കുറിച്ചാണ് മുഴുവനും ഓബദ്യാവ് പ്രവചിച്ചിരിക്കുന്നത്. ഏദോം എന്ന് പറഞ്ഞാൽ ഏശാവിൻ്റെ പരമ്പര. ഒരു കാര്യം കൂടെ പറയാം. മലാക്കി 1-ാം അധ്യായം 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയം എന്ന് പറയുന്നത്, ഏശാവിനെ ദ്വേഷിച്ചു യാക്കോബിനെ സ്നേഹിച്ചു. അതാണ് എനിക്ക് മനസ്സിലാകാതിരുന്ന ഒരു കാര്യം. പിന്നത്തേതിൽ തിരുവെഴുത്തുകളെ ഉടനീളം ഏശാവിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇവൻ അഭക്തനായിരുന്നത് കൊണ്ട്, അതെന്താ അങ്ങനെ ചെയ്തത്? ഇവൻ അഭക്തനായിരുന്നു. തനിക്ക് ചേർന്ന തൻ്റെ ഡ്യൂട്ടി അത് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. ജ്യേഷ്ഠാവകാശത്തിൻ്റെ കാര്യം തനിക്കറിയത്തില്ലായിരുന്നു. ഒത്തിരി ബലഹീന വശങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ദൈവം പറഞ്ഞ അവനെ ദൂഷിച്ചു, അല്ലാതെ വേറൊന്നുമല്ല. ഒത്തിരി കാര്യങ്ങൾ എന്നേക്കാൾ അറിയാവുന്നവർക്കറിയാം. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ബഹുവചനമായി പറയാം, നാം ഇറങ്ങിച്ചെല്ലുക എന്ന് ദൈവം പറയുന്നത് പോലെ ബഹുവചനം. അപ്പോൾ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് അപ്പം നുറുക്ക് കൂട്ടായ്മ ആചരിക്കുന്നവർ ഒരു കാര്യം മാത്രം ചിന്തിക്കുക. സാരസ്വാക്യം 27:1 പറയുന്നു, നാളത്തെ ദിവസത്തെ ചൊല്ലി പ്രശംസിക്കരുത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം നടക്കുമെന്ന് നാം അറിയുന്നില്ലല്ലോ. ഒരു ഗ്യാരൻ്റി ഇല്ലാത്ത 330 ഗ്രാം വെയിറ്റുള്ള ഈ കാട്ടും കൊണ്ടാ നാം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത്, മറ്റുള്ളവർക്കിട്ട് സ്വന്തം കാര്യത്തിന് വേണ്ടി മറ്റുള്ളവർക്കിട്ട് പാര വെക്കുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ കയ്യിലൊരു പാര ഉണ്ടായിരുന്നു, നാറിയത് കുഴിച്ചിടാൻ. പക്ഷേ ഇന്ന് നാവാകുന്ന പാര കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ആർക്കും. എന്നെ പട്ടിയെന്ന് വിളിച്ചവരുണ്ട്, എന്നെ ചീത്ത വിളിച്ചവർ ഒരുപാട് പേരുണ്ട്. ഞാൻ പ്രതികരിക്കാൻ പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം, കട്ടൻ സഹിക്കുന്നു എങ്കിൽ പത്രോസ് അപ്പോസ്തലൻ എഴുതിയതുപോലെ ക്രിസ്ത്യാനിയായിട്ട് കട്ടൻ സഹിക്കുക. ദൈവനാമത്തിന് വേണ്ടി അവർ അടികൊണ്ടപ്പോൾ അവർ സന്തോഷത്തോടെ പോയെന്നാണ്. ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ദൈവമക്കൾക്ക് കട്ടതയുണ്ട്, പോരാട്ടമുണ്ട്. കട്ടതയില്ലാത്ത നാട്ടിൽ പോകണമോ? ഇവിടെ കട്ടതയുണ്ട്, ഇല്ലെന്നല്ല, കട്ടതയുണ്ട്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ചരിത്രം പഠിച്ചാൽ മതി.
കൊരിന്ത്യർക്ക് 2 ലേഖനം 6-1 മുതൽ 10 വരെയും, കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 11 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി. കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 8 1 മുതൽ 7 വരെ മക്കതോന്യ സഭയ്ക്ക് നേരിട്ട ബുദ്ധിമുട്ടുകൾ, കഠിന ശോധനകൾ അവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ യേശാവിനെ പോലെ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ നമുക്ക് ആത്മീയമായി ഒരു ഉണർവ്, ആത്മീയമായി ഒരു വളർച്ച നമുക്ക് പ്രാപിച്ച് കൃപയും കൃപാവരങ്ങളും പ്രാപിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. യേശാവിനെ പോലെ. യേശാവിന് എന്താ പറയാനുള്ളത്? പാരമ്പര്യമല്ലാതെ വേറെ ഒന്നും പറയാനില്ല. യേശാവിന് പറയാനുള്ളത് പാരമ്പര്യമുള്ളൂ. അതുകൊണ്ട് പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരുന്ന നിത്യതയിൽ പോകത്തില്ല. അതുകൊണ്ട് പാരമ്പര്യമെല്ലാം വിട്ട് നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാം, ദൈവവചനത്തിൽ ആശ്രയിക്കാം, കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. അതിനുവേണ്ടി ആയിരിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അടിയനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നതോടൊപ്പം അടിയൻ്റെ കുടുംബം 3 തലമുറകളെ ദൈവക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഈ വചനം കേൾക്കുന്നവർ അത് കേട്ട് മറുത്തു മത്സരിക്കാതെ കേട്ട് ഗ്രഹിച്ച് ദൈവകൃപയോടെ മുൻപോട്ട് പോകുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിക്കായി, പ്രസിഡന്റിനായി, രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവർക്കായി, അവരുടെ കുടുംബാംഗങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മത്സ്യം പിടിക്കുവാൻ പോകുന്ന പ്രിയപ്പെട്ടവർ, അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പോലീസ് അധികാരികൾ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീതി ന്യായം നടത്തട്ടെ. വക്കീലന്മാർ, ജഡ്ജിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീതി ന്യായം നടത്തത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. 29 സംസ്ഥാനവും ഭരിക്കുന്ന മുഖ്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ, സന്തോഷത്തോടെ അവരവരെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികളായി കിടക്കുന്നവർ, ഭവനമില്ലാത്തവർ, കർത്താവെ, അവർക്കെല്ലാം നന്മ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ വാടക കെട്ടിടത്തിൽ കിടക്കുന്നവർ സ്വന്തം ഭവനങ്ങൾ കൊടുക്കണമേ. കർത്താവെ, ദൈവത്തിൻ്റെ പ്രവൃത്തി ഓരോ കുടുംബങ്ങളിലും വെളിപ്പെടുത്തണം. രോഗികളായി കിടക്കുന്നവരെ ആശ്വസിപ്പിക്കണം. രോഗശാന്തി അവിടെ നിന്ന് അയക്കണം. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഓരോ വിഷയത്തിന്മേലും ദൈവത്തിൻ്റെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. കർത്താവെ, ജയിലറയിൽ കിടക്കുന്ന ദൈവദാസന്മാർ, ലോകമെമ്പാടും സുവിശേഷം അറിയിക്കുന്ന ദൈവദാസന്മാർ, കുടുംബങ്ങൾ, കുഞ്ഞുകുട്ടികൾ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം വൻകാര്യങ്ങളെ ചെയ്യണം, അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം, കാലാവസ്ഥകൾ അനുകൂലമാക്കി കൊടുക്കണം, തിരുനാമ മഹത്വത്തിനാക്കി തീർക്കണമേ. ആമൻ. യുദ്ധക്കെടുതികളെല്ലാം മാറിപ്പോകട്ടെ. ലോകരാഷ്ട്രങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. സന്തോഷത്തോടെ ആയിരിക്കാൻ സഹായിക്കണം. എല്ലാ മഹത്വം അവിടെ നിന്ന് എടുക്കണം. ഞങ്ങൾ യേശാവിനെ പോലെ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ ഒന്നുമില്ല എന്ന് സമ്മതിച്ച് ഓരോ ദിവസവും കൃപമേൽ കൃപ പ്രാപിച്ച് മുൻപോട്ട് പോകാൻ ദൈവം ഇടയാക്കണം. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. വചനം കേൾക്കുന്ന എല്ലാവരെയും, കേൾക്കാത്ത പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. മഹത്വം എല്ലാം എടുക്കും. പ്രാർത്ഥന കേട്ടുള്ള നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു ആൾ അബണ്ടൻലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.